ഇത് എന്ന് പറഞ്ഞാൽ പുതിയ ചാപ്റ്ററാണ്, പക്ഷേ നമ്മൾ നേരത്തെ പ്രൊജക്ടൈൽ മോഷൻ്റെ ബാക്കി പോലെ തന്നെയാണ്, എക്സാക്ട്ലി ബാക്കി തന്നെയാണ് ലാസ്റ്റത്തെ ഫൈനൽ ചാപ്റ്ററിൽ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ പാർട്ടിക്കിൾ വിൽ മൂവ് ഓൺ ഡയറക്ഷൻ എന്താ ചോദിക്കുന്നത് വെച്ചാൽ ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു വെലോസിറ്റി ഉണ്ടാവും. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞ 60 i ക്യാപ്പ് 80 j ക്യാപ്പ് ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് കാര്യം അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈമിനനുസരിച്ചുള്ള വെലോസിറ്റി എഴുതാൻ അറിയാം. എങ്ങനെയാണ്? ഒന്ന് 60 i ക്യാപ്പ്, അതെപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ പ്ലസ് 80 മൈനസ് 10t j ക്യാപ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയതാണ്. 80 മൈനസ് 10 g എങ്ങനെയാണ്? വൈ ആക്സിസിലുള്ള അതിൻ്റെ v = u + 80 വൈ ആക്സിസിൽ അപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് 80 മൈനസ് 10t j ക്യാപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ നടത്താൻ പറയുന്നത് വെച്ചാൽ ഇനീഷ്യൽ വെലോസിറ്റിയുടെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലേക്ക് ഫൈനൽ വെലോസിറ്റി വരുമ്പോൾ ഉണ്ടാകുന്ന ടൈം കണ്ടെത്താൻ. അപ്പോൾ എന്താ സംഭവം? ഇനീഷ്യൽ വെലോസിറ്റിയുടെ പെർപെൻഡിക്കുലർ ആവണം അടുത്ത ഫൈനൽ വെക്ടർ v വെക്ടർ. ദാറ്റ് മീൻസ് ഇവർ രണ്ടാൾ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ 0 ആണ്. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ 0 ആണ്. ദാറ്റ് മീൻസ് ആ ടൈം നമുക്ക് അങ്ങനെ സോൾവ് ചെയ്ത് കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇനി ഇതാണ് നമ്മൾ ഇത്രയും നേരം നമ്മൾ ഇക്വേഷൻസ് ഒന്നും ഇല്ലാണ്ടാണ് പരിപാടികൾ ചെയ്തത്. ഇനി നമുക്ക് ഇക്വേഷൻസ് അപ്ലൈ ചെയ്തിട്ട് നോക്കി നോക്കാം, അല്ലെങ്കിൽ ഇക്വേഷൻസ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ സാർ ഇതാ യു വെലോസിറ്റിയിലാണ് അറിയുന്നത്. അപ്പോൾ യു കോസ് തീറ്റ ഉണ്ട്, യു സൈൻ തീറ്റ ഉണ്ട്. ആദ്യത്തെ നമുക്ക് എന്താ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ കാര്യം നോക്കാം. ടൈം ഓഫ് ഫ്ലൈറ്റ് എങ്ങനെയാണ് എത്താം? ടൈം ഓഫ് ഫ്ലൈറ്റ് ചിന്തിച്ച് നോക്കും. മോളോട്ടേക്ക് എത്തുന്ന ടൈം അത് എത്രയാണ് ഉണ്ടാവുക? എന്ന് പറഞ്ഞാൽ അവിടെ വെലോസിറ്റി 0 ആയിരിക്കും. ദാറ്റ് മീൻസ് v = u + 80 ഞാൻ ഇപ്പോൾ വൈ ആക്സിൽ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. v0 വൈ ആക്സിലുള്ള വെലോസിറ്റി 0 ആണ്. ഇനീഷ്യൽ u എന്ന് പറഞ്ഞാൽ യു സൈൻ തീറ്റ വൈ ആക്സിൻ്റെ ഇത് മൈനസ് ഹാഫ് ജി ടി. ഇവിടെ നമുക്ക് കിട്ടും ജി ടി ഹാഫ് = യു സൈൻ തീറ്റ. അങ്ങനെ നമുക്ക് എന്തായാലും വേണ്ടത് ടൈമാണ്. സോ ടൈം = 2u സൈൻ തീറ്റ ബൈ ജി നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. സോറി, ഇവിടെ നമുക്ക് 2യുടെ ആവശ്യമില്ല, ഈ ഹാഫിൻ്റെ ആവശ്യമില്ല, ബിക്കോസ് u + 80 ആണ്. ഓക്കെ, അങ്ങനെ നമുക്ക് യു സൈൻ തീറ്റ ബൈ ജി എന്നാണ് കിട്ടിയിട്ടുള്ളത്. ടൈം ഓഫ് ഫ്ലൈറ്റ് ഒന്ന് മാറ്റി എഴുതണമെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് യു സൈൻ തീറ്റ എന്ന് പറയുന്നതാണ് വൈ ആക്സിലുള്ള വെലോസിറ്റി. ദാറ്റ് മീൻസ് യു വൈ ബൈ ജി ആണ്. റൈറ്റ്? ഇത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണോ? അല്ല, ഇത് മോളോട്ടേക്ക് എത്തുന്ന ടൈമാണ്. പക്ഷേ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ടൈം മോളോട്ടേക്കും താഴോട്ടും അതാണ് ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ്. ദാറ്റ് മീൻസ് യു സൈൻ തീറ്റ 2 ബൈ ജി ആണ് ഒറിജിനൽ ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മളത് കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇക്വേഷൻസ് വെച്ച് പഠിക്കണം. മേ ബി ചില മെയിൻസിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇക്വേഷൻസ് റിലേറ്റഡ് ആയിട്ട് ചോദിക്കുക, അതിൻ്റെ റേഷ്യോസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഇക്വേഷൻസ് പഠിക്കണം എന്ന് വെച്ചാൽ അത് നമുക്ക് മൈൻഡിൽ വരും, അല്ല അവിടെ നിന്ന് ഡെറൈവ് ചെയ്യുക. അത്രയ്ക്ക് സ്പീഡ് ഡെറൈവ് ഉണ്ട്. ഇതിലെന്ത് വലിയ മെനക്കെടുള്ള. ശരി, അടുത്തത് മാക്സിമം ഹൈറ്റ് നമുക്ക് നോക്കാം. മാക്സിമം ഹൈറ്റ് എങ്ങനെ നോക്കാം? മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം വൈ ആക്സിൽ മാത്രം ചിന്തിക്കുക. വൈ ആക്സിലാണ് ഈ മാക്സിമം ഹൈറ്റിൻ്റെ കേസ്. ദാറ്റ് മീൻസ് വൈ ആക്സിലെ വെലോസിറ്റി ദാറ്റ് മീൻസ് വി ഫൈനൽ അത് 0 എന്നറിയാം. വൈ ആക്സിൽ വി ഫൈനൽ 0 എന്നറിയാം. പിന്നെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ യു സൈൻ തീറ്റ സ്ക്വയർ യു സ്ക്വയർ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ = 2 ഇൻറ്റു ആക്സലേഷൻ ദാറ്റ് ജി ഇൻറ്റു മാക്സിമം ഹൈറ്റാണ് നടത്തേണ്ടതാണ് എച്ച് മാക്സ്. ഇവിടുന്ന് നമുക്ക് എന്താ കിട്ടാൻ? ഇവിടെ മൈനസ് ഉണ്ട്. അതേപോലെ എച്ച് മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടും u² സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g എന്ന് കിട്ടും. ആ u² നമ്മൾ പണ്ട് പറഞ്ഞ ഇക്വേഷൻ പോലെ തന്നെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് അതേ ഇക്വേഷൻ തന്നെയാണ്. ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം, യു സൈൻ തീറ്റ യു വൈ അല്ലേ, അപ്പോൾ u² ബൈ 2g എന്ന് നമുക്ക് എച്ച് മാക്സിമിന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് റേഞ്ചിൻ്റെ കാര്യം. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടി, അത് എത്രയായിരുന്നു? 2u സൈൻ തീറ്റ ബൈ ജി. ആ ടൈം എന്തിനാണ് മൾട്ടിപ്ലൈ ചെയ്യാം? യു കോസ് തീറ്റ മൾട്ടിപ്ലൈ, ബിക്കോസ് എക്സ് ആക്സിസിൽ ആകെ ഈ യു ഇൻറ്റു ടൈം പ്ലസ് ½ ഇല്ല. അപ്പോൾ യു ടി ടൈം ഓഫ് ഫ്ലൈറ്റ് ഇൻറ്റു യു കോസ് തീറ്റ. ഇവിടെ നമുക്ക് u² സൈൻ 2 സൈൻ തീറ്റ കോസ് തീറ്റ ദാറ്റ് മീൻസ് സൈൻ 2 തീറ്റ ബൈ ജി കിട്ടും. ഇതാണ് നമ്മുടെ റേഞ്ച്. ഓക്കെ, അത് ആ ഇക്വേഷൻ കൂടി പഠിക്കുക. പിന്നെ റേഞ്ച് എപ്പോഴാണ് മാക്സിമം ആവുന്നത്? ഇവിടെ നോക്കി നോക്ക്. എന്താണ് ഈ ഒരു കംപ്ലീറ്റ് സാധനം സൈൻ തീറ്റ വാല്യൂ 1 ആണ്. സൈൻ തീറ്റ വാല്യൂ 1 ആണെങ്കിൽ ഉള്ളിലുള്ള ആംഗിൾ 2 തീറ്റ എത്രയാണ്? 90 ആണ്. 2 തീറ്റ 90 ആണെങ്കിൽ തീറ്റ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി ആണ്. സോ 45 ഡിഗ്രിയാണ് റേഞ്ച് മാക്സിമം. റേഞ്ച് മാക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ u² ബൈ ജി. സ്വാഭാവികമായിട്ടും ഇത്ര ഇക്വേഷൻസ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, നമ്മൾ ആദ്യത്തത് മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ u² സൈൻ സ്ക്വയർ തീറ്റ ബൈ ജി. ജി ആണോ? അല്ല, 2a u² ബൈ 2a എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കാം. റേഞ്ചിൻ്റെ ആണെങ്കിൽ u² സൈൻ 2 തീറ്റ ബൈ ജി. ടൈമാണ്, ടൈം ഓഫ് ഫ്ലൈറ്റ് ആണെങ്കിൽ എന്താണ്? 2u സൈൻ തീറ്റ ബൈ ജി. ഇത്രയും ഇൻഫർമേഷൻസ് ഉണ്ട്. ഇനി അടുത്തത് ഇക്വേഷൻസ് ഓഫ് ട്രാജക്ടറി കണ്ടെത്താം. ഇക്വേഷൻ ഓഫ് ട്രാജക്ടറി എന്ന് നമ്മൾ ആദ്യം എക്സ് ആക്സസ് ആയിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻസ് ആദ്യം എഴുതണം. എക്സ് ആക്സസ് എന്ന് പറയുമ്പോൾ എന്താണ്? യു കോസ് തീറ്റ ഇൻറ്റു ടൈം, യു കോസ് തീറ്റ ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ്, റൈറ്റ്? അതാണല്ലോ എക്സ് ആക്സസ്. വൈ ആക്സിലാണെങ്കിലോ s = ut + ½ വൈ ആക്സിൽ യു സൈൻ തീറ്റയാണ് അവിടെ ഉണ്ടാകുന്ന യു, പിന്നെ ടി മൈനസ് ½ ജി ടി സ്ക്വയർ. ഇവിടെ നമുക്ക് ടി ക്രിയേറ്റ് ചെയ്ത് ഇവിടെ. അപ്പോൾ ഇവിടെ നിന്ന് ടി എന്ന് പറഞ്ഞാൽ എക്സ് ബൈ കോസ് തീറ്റയാണ് ഇവിടെയുള്ള ടി. അപ്പോൾ ആ ടി ഇവിടെ കൊടുക്കും. സോ y = u സൈൻ തീറ്റ
എക്സ് ബൈ കോസ് തീറ്റ മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ ബൈ കോസ് സ്ക്വയർ തീറ്റ. ഇവിടുന്ന് ഇത് എന്താവും ടാൻ തീറ്റ ആവും. ദാറ്റ് മീൻസ് വൈ ഇസ് ഈക്വൽ ടു ഇവിടുന്ന് ഒരു യുവും കൂടി ഉണ്ടല്ലോ, യു കോസ് തീറ്റ അത് കട്ടാവും. അങ്ങനെ നമുക്ക് കിട്ടും എക്സ് ടാൻ തീറ്റ മൈനസ് ഹാഫ് ജി എക്സ് സ്ക്വയർ ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് ട്രജക്ടറി. ഇത് വേണമെങ്കിൽ ഒന്ന് ഓർമ്മിച്ച് നോക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ഡെറൈവ് ചെയ്യുക. എന്നാൽ എക്സ് ആക്സിസും കോർഡിനേറ്റ് എഴുതുക, വൈ ആക്സിസിൻ്റെ ആ ഇക്വേഷൻ എഴുതുക, രണ്ടൊന്നും ടൈം ഇൻവിഡേറ്റ് ചെയ്യുക, അതിന് ഉത്തരമായി. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ കൺസെപ്റ്റാണ്. അപ്പോൾ ഇക്വേഷൻ ഓഫ് ട്രജക്ടറി വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കലുണ്ട്, ജെയ് മെയിൻസിൽ ചോദിക്കലുണ്ട്. ഇങ്ങനെ കമ്പയർ ചെയ്യാൻ പറയും. എക്സ് ഇസിക്കൽ √3 എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് എന്താണ് നമുക്ക് എക്സ് ടാൻ തീറ്റയുടെ പൊസിഷൻ ഈ സാധനമാണ് ഉള്ളത്. ദാറ്റ് മീൻസ് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു √3. അപ്പോൾ ഇവിടുന്ന് തീറ്റ എത്ര കിട്ടും? തീറ്റ നമുക്ക് 30 ഡിഗ്രിയാണ് കിട്ടും, കാരണം സൈൻ 60/cos 60 ദാറ്റ് ഇസ് √3. സോറി, തീറ്റ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി കേട്ടോ, തെറ്റിപ്പോയി. അങ്ങനെ ഇവിടുന്ന് 60 ഡിഗ്രി ടാൻ തൊട്ടു. പിന്നെ ഇത് 1/10 എന്തിൻ്റെ പൊസിഷനാണുള്ളത്? ഹാഫ് ജി ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. കോസ് തീറ്റൻ്റെ വാല്യൂ എത്രയാണ്? കോസ് തീറ്റൻ്റെ വാല്യൂ 1/2 ആണ്. അപ്പം അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/4. അങ്ങനെ നമുക്ക് ഇവിടെ എന്താ കിട്ടും? യു കിട്ടും, ഇനീഷ്യൽ വെലോസിറ്റി കിട്ടും. പിന്നെ ഇനീഷ്യൽ വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ മാതിരി ഇൻഫോർമേഷൻസും കിട്ടി എന്നുള്ള അർത്ഥം തന്നെയല്ലേ? കറക്റ്റാണ്. നമുക്ക് ആംഗിൾ അറിയാം, ഇനീഷ്യൽ വെലോസിറ്റി അറിയാം, പിന്നെ എന്താ വേണ്ടത്? എല്ലാം കിട്ടിയില്ലേ? ദാറ്റ് മീൻസ് ഇക്വേഷൻ ഓഫ് ട്രജക്ടറി എന്നാൽ എല്ലാം കിട്ടുന്ന ഒരു ഇക്വേഷൻ തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, ഇനി എന്താണ്? ഇഫ് പാർട്ടിക്കിൾ ഇസ് പ്രൊജക്റ്റഡ് ആൻഡ് ആംഗിൾ തീറ്റയാണ്, ശരി. അപ്പോൾ അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? റേഞ്ച് ഇവരെ പറയുന്നത് വെച്ചാൽ ഒരു ബോഡിനെ എറിഞ്ഞിട്ടുണ്ട്, രണ്ട് ആംഗിൾസിൽ എറിഞ്ഞിട്ടുണ്ട്, എന്നാൽ രണ്ടിനും ഒരേ റേഞ്ചാണ്. അപ്പോൾ റേഞ്ചിൻ്റെ നമ്മൾ കാര്യം ഇക്വേഷൻ ഒന്ന് അനലൈസ് ചെയ്യുക. റേഞ്ചിൻ്റെ ഇക്വേഷൻ ഒന്ന് അനലൈസ് ചെയ്യുക. റേഞ്ചിൻ്റെ ഇക്വേഷൻ എന്താണത്? യു സ്ക്വയർ സൈൻ 2θ/g, റൈറ്റ്? അങ്ങനെ ആകുമ്പോൾ രണ്ടിനും ഒരേ റേഞ്ച് ആവണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഞാൻ ഇല്ല ആംഗിൾ തീറ്റയിൽ എറിഞ്ഞ റേഞ്ചും യു ഒക്കെ സെയിം ആട്ടോ, അതേപോലെ 90 മൈനസ് തീറ്റയിൽ എറിഞ്ഞ റേഞ്ചും ഉണ്ടല്ലോ, അത് രണ്ടും സെയിം ആയിരിക്കും. കാരണം വെച്ചാൽ തീറ്റയിൽ ഇപ്പോൾ എറിഞ്ഞ ഒരു റേഞ്ച് കിട്ടുന്നുണ്ട് 6. ഇനി 90 മൈനസ് തീറ്റയിൽ യു സ്ക്വയർ നോക്കിക്കോ, സൈൻ 290 മൈനസ് θ/g. ഒന്നുകൂടി യു സ്ക്വയർ സൈൻ 180 മൈനസ് 2θ/g. 180 മൈനസ് തീറ്റ അക്കോർഡിംഗ് ടു മാത്തമാറ്റിക്സ് ദാറ്റ് ഈസ് അഗൈൻ സൈൻ 2θ എന്നല്ല. സോ യു സ്ക്വയർ സൈൻ 2θ/g. 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ ഞാൻ എറിഞ്ഞ റേഞ്ച് തന്നെയാണ് എനിക്ക് നേരത്തെ തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ എറിഞ്ഞ അതേ റേഞ്ച് കിട്ടുന്നത്. ദാറ്റ് മീൻസ് 90 മൈനസ് ആംഗിൾ എറിഞ്ഞ റേഞ്ചും തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ എറിഞ്ഞ റേഞ്ചും സെയിം ആണ്, പ്രൊവൈഡഡ് ദാറ്റ് ദ ഇനീഷ്യൽ വെലോസിറ്റി ആർ ഓൾവേസ് സെയിം. ഓക്കെ, ഇനി ഇവിടെ രണ്ട് പ്രൊജക്ടൽ മോഷൻ 1 2 ഉണ്ട്. ആ രണ്ട് പ്രൊജക്ടൽ മോഷൻ ആകെ ഒരു സെയിം എന്ന് പറഞ്ഞാൽ എന്താ? ഹൈറ്റ് സെയിം ആണ്. സോ ഹൈറ്റ് സെയിം ആകുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എച്ച് മാക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? യു സ്ക്വയർ സൈൻ സ്ക്വയർ θ/2g. ഇവിടെ നിന്ന് മാറ്റി എഴുതാം uy/2g എന്ന് എഴുതാം. uy/2g രണ്ടിനും റേഞ്ച് ഡിഫറെൻറ്റാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇവിടെ ഹൈറ്റ് സെയിം ആണെങ്കിൽ, ഹൈറ്റ് എന്തിനാണ് കംപ്ലീറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? വെർട്ടിക്കൽ വെലോസിറ്റി. അപ്പോൾ ഹൈറ്റ് സെയിം ആണെങ്കിൽ ദാറ്റ് മീൻസ് ദീസ് ഗൈസ് ഹാവ് സെയിം വെർട്ടിക്കൽ വെലോസിറ്റി, uy സെയിം ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവർക്ക് ഉണ്ടാക്കും വെർട്ടിക്കൽ വെലോസിറ്റി സെയിം ആണെന്ന് കാര്യം പറയാൻ പറ്റും. ഇവർക്ക് ഉണ്ടാൾക്ക് റേഞ്ച് ഡിഫറെൻ്റ് ആണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? അവർക്ക് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വെലോസിറ്റി അത് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് റേഞ്ച്. കാരണം റേഞ്ചിൻ്റെ ഇക്വേഷനിൽ എങ്ങനെ യു സ്ക്വയർ സൈൻ 2θ, ഇവിടെ യു സ്ക്വയർ സൈൻ 2θ, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 2uy/g എന്ന് പറയാൻ പറ്റും. അതാണ് ഇവിടെ യു കോസ് തീറ്റ യു സൈൻ തീറ്റ, അങ്ങനെയാണ് അത് വന്നത്, റൈറ്റ്? അങ്ങനെ എഴുതിക്കൂടെ? അപ്പോൾ അങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ ഇവിടെ വൈ രണ്ടിനും ഒരേ വൈ വെലോസിറ്റിയാണ്, പക്ഷേ എക്സ് ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് റേഞ്ചിന് ഡിഫറൻസ് വന്നത്. സോ രണ്ടിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള റേഞ്ച് വരാൻ കാരണം അവരുടെ എക്സ് വെലോസിറ്റി ഹൊറിസോണ്ടൽ വെലോസിറ്റി ഡിഫറെൻറ്റ് ആയിരിക്കണം. കൂടുതൽ എക്സ് വെലോസിറ്റി ഉള്ളത് അവന് കൂടുതൽ റേഞ്ച് ഉണ്ട് സ്വാഭാവികമായിട്ടും. ഓക്കെ, ഇനി ഞാൻ പ്രൊജക്ടൈൽ മോഷൻ ഒരു ടവറിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം പരിപാടി തന്നെ നടത്താൻ പ്രൊജക്ടൈൽ മോഷൻ ടവറിൽ. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എങ്ങനെ നടത്താം? മുകളിലോട്ട് എത്ര സമയം എടുക്കും? ഇവിടെ 60 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെർട്ടിക്കൽ വെലോസിറ്റി. അപ്പോൾ ഇവിടെ 6 സെക്കൻഡ് എത്തും. ഇനി താഴോട്ടൊക്കെ പോകാനോ? നമുക്ക് ഗ്രൗണ്ടിൽ നിന്നാണെങ്കിൽ ഇവിടം വരെ ഈ ഒരു പോയിന്റിൽ എത്തണമെങ്കിൽ അത് 12 സെക്കൻഡ് എത്തും. പക്ഷേ നമ്മൾ ഈ ഒരു താഴോട്ടേക്ക് എത്തുന്ന ടൈം ഓഫ് ഫ്ലൈറ്റ് അത് നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ താഴോട്ടേക്ക് എത്തുന്ന ടൈം ഓഫ് ഫ്ലൈറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മൾ ഗ്രൗണ്ടിലാണെങ്കിൽ കുഴപ്പമില്ലേനോ, അത് ഇവിടെ ഈ ഒരു സെയിം ലെവലിൽ 12 സെക്കൻഡ് എന്ന് പറയാൻ പറ്റും. പക്ഷേ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്നാൽ താഴോട്ടേക്ക് എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നേരത്തെ നമ്മൾ ഈ ബോഡി ഒരു 60 മീറ്റർ പെർ സെക്കൻഡ് മുകളിലോട്ടേക്ക് അല്ലെങ്കിൽ താഴോട്ടേക്ക് ടൈം എങ്ങനെയാണ് എത്താൻ? ഇവിടെ എന്താണ് ഇതിൻ്റെ SSC+U2+half ഉപയോഗിക്കും. അതായത് ഇവിടെ ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നടത്താം. നമ്മൾ ഒരു ബോൾ മുകളിലോട്ടേക്ക് എറിയുന്ന പോലെ തന്നെ നമ്മൾ y-ആക്സിൽ സാധനങ്ങൾ x-ആക്സിൽ സാധനങ്ങൾ മറന്നു കഴിഞ്ഞാൽ പിന്നെ y-ആക്സിൽ ആകെ 60 മീറ്റർ പെർ സെക്കൻഡേ ഉള്ളൂ. അപ്പോൾ അത് മുകളിലോട്ടേക്ക് എറിയുന്ന പോലെ തന്നെ അതേ പരിപാടിനെ നടത്താൻ എന്നാൽ SSC+U2+half ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടും. ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ x-ആക്സിൽ ഒരു ആക്സിലേഷനും ഇല്ല. സോ 80 × ടൈം ഓഫ് ഫ്ലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു റേഞ്ച് കിട്ടും. ഓക്കെ, അപ്പം ഇവിടെ
ഒരു ടവറിൻ്റെ മുകളിൽ പറഞ്ഞാലും താഴത്ത് പറഞ്ഞാലും ഏറെക്കുറെ സെയിം തന്നെയാണ്. പക്ഷേ ടൈം ഓഫ് ഫ്ലൈറ്റിൽ മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. പിന്നെ ഈ ഒരു പോയിൻ്റിൽ നിന്ന് മുകളിലോട്ടേക്കുള്ള ഹൈറ്റ് എച്ച് മാക്സും അതൊക്കെ സെയിം തന്നെയാണ്.